ഈ മധ്യ കേരള ജാഥ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ജാഥ പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിച്ച് പത്തനംതിട്ട ജില്ല പൂർത്തീകരിച്ച്, കോട്ടയം ജില്ല പൂർത്തീകരിച്ച്, ഇടുക്കി ജില്ല പൂർത്തീകരിച്ച് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഇന്നലെ കോതമംഗലത്തെത്തി. ഇന്ന് നമ്മൾ രാവിലെ മൂവാറ്റുപുഴയിലേക്ക് കിടക്കുകയാണ്. ഈ ജാഥയിലുടനീളം ഒരു ആളിനെ കൂട്ടി ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഒരു പ്രസംഗം പറഞ്ഞു പോവുകയല്ല. തീർച്ചയായും അവിടെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു ജനസമ്പർക്ക പരിപാടികൾ തന്നെയാണ് നടത്തുന്നത്. ഇവിടെ ഈ പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ നിങ്ങൾ കണ്ടു കാണും, എല്ലാ സ്ട്രാറ്റയിലുമുള്ള താഴെത്തട്ടിലുള്ളവരും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ളവരോടും വിളിച്ചുകൂട്ടി, എല്ലാ നിയമസഭാ മണ്ഡലത്തിലും വിളിച്ചുകൂട്ടി അവിടെ അവരുടെ ചില നിർദ്ദേശങ്ങൾ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എന്താണ് ഇനി മുന്നോട്ട് വെക്കേണ്ടത്, മാത്രമല്ല ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇപ്പോഴുള്ള പദ്ധതികൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന നിയമ കുരുക്കിലുണ്ടോ, ഇതൊക്കെ നേരിട്ട് അറിഞ്ഞ് പോകാനുള്ള ഒരു സംവിധാനം കൂടിയാണ്. ഈ 16-ാം തീയതിയോടുകൂടി ഈ 3 മേഖലയും പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ 140 നിയമസഭാ മണ്ഡലത്തിലും പൂർത്തീകരിക്കും. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ചില പരാതികളൊക്കെ ഉണ്ടാകും. അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് സർക്കാർ ലെവലിൽ സമർപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യമുള്ളതൊക്കെ ചെയ്യുന്നത് നമ്മുടെ അധികാര കേന്ദ്രങ്ങളും ജനങ്ങളും തമ്മിലുള്ള അകലം കുറച്ച് LDF ഗവൺമെൻറ് പോവുകയാണെന്നുള്ളതാണ്. സാധാരണ രീതി അധികാര കേന്ദ്രം മുകളിൽ നിൽക്കും, ജനങ്ങളുമായിട്ടുള്ള അകർച്ച കാണും. നമ്മുടെ പദ്ധതി രൂപീകരിക്കുന്നതിലും സ്കീം നടത്തുന്നതിലൊക്കെ അങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷേ ആ അകലം നമ്മൾ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ മനുഷ്യ നന്മയുടെ വഴിയിലൂടെ 3.5 കോടി ജനത കഴിഞ്ഞ 10 വർഷക്കാലം മുന്നോട്ട് നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും തുടർഭരണം ഉറപ്പാക്കുവാൻ ആവശ്യമായ പ്രചരണങ്ങളാണ് ഈ വഴി നമുക്ക് നടത്തുന്നത്. അപ്പോൾ നമ്മളിതിൽ പോകുമ്പോൾ വളരെ ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ജനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ വികസനം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുമുണ്ട്. നമ്മൾ സാധാരണക്കാരന് നേരിട്ട് ബെനിഫിറ്റ് കിട്ടുന്ന പെൻഷനും ലൈഫ് മിഷനും അതുപോലെ തന്നെ ചികിത്സാ സഹായവും, ഇപ്പോൾ 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു വരുമാനമില്ല സ്ത്രീകൾക്കുള്ള വരുമാനം അല്ലെങ്കിൽ അവർക്കുള്ള സ്കീം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിലേക്ക് കയറുമ്പോൾ തന്നെ എത്രയോ, ഇതൊരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയോ ബൃഹത്തായ പദ്ധതികൾ ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ മെട്രോ, കൊച്ചിൻ മെട്രോ, സിയാൽ എയറോ പാർക്ക്, വാട്ടർ മെട്രോ കൊച്ചി, അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കിയത്, ബ്രഹ്മപുരം BPCL പ്ലാന്റ്, അതുപോലെ തന്നെ പുതുവൈപ്പിൻ LPG ടെർമിനൽ, കൊച്ചി കാസ്പിയൻ ടെക് പാർക്ക്, അതുകൂടാതെ സൈബർ പാർക്കിൽ പുതിയ 19 കല്ലൂർ സ്റ്റേഡിയം നവീകരിച്ച പുതുവൈപ്പിൻ LPG ടെർമിനൽ, സൈബർ പാർക്കിൽ പുതിയതായിട്ട് 197 കമ്പനികളാണ് വന്നിരിക്കുന്നത്. ടെക്നോ പാർക്കിൽ പുതിയതായിട്ട് 130 കമ്പനികൾ വന്നു. ഇൻഫോ പാർക്കിൽ പുതിയതായിട്ട് 254 കമ്പനികൾ വന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെലാനം കടൽ ഭിത്തി, പട്ടയവുമായി ബന്ധപ്പെട്ട് ഇവിടെ MLA ഉൾപ്പെടെ കൊണ്ട് ആയിരക്കണക്കിന് പട്ടയം നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞു. ഇത് ഏതെങ്കിലും നമ്മൾ നിയമസഭാ മണ്ഡലം ഏതെങ്കിലും കേന്ദ്രീകരിച്ചല്ല, നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പോലും എത്രയോ വികസന പദ്ധതികൾ, കൈത്തറി പാർക്ക് ഉൾപ്പെടെയുള്ളത് നടത്താൻ കഴിഞ്ഞു.